നമ്മൾ ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഒരു ജോലിയുടെ പേരിലും ആരെയും താഴ്ത്തി കെട്ടാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഇത്ര ഉയരങ്ങളിൽ പോയാലും നമ്മുടെ എളിമ വിട്ടു പോകാൻ പാടില്ല എന്ന് വലിയ വലിയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാലേട്ടനെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ മമ്മൂക്കയെ എടുത്ത് നോക്കിയാൽ, അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരായ ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരിക്കലും അഹങ്കാരം പുറത്ത് കാണിക്കാത്ത ആളുകളാണ്. പക്ഷേ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ആ വീഡിയോയിൽ ആ വ്യക്തി സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ പോയി അവൻ്റെ ചെകിടടിച്ച് പൊളിക്കാൻ തോന്നും. ഇത് എവിടെയാണ് നടക്കുന്നത് എനിക്ക് അറിയില്ല, അവൻ ആരാണെന്നും എനിക്കറിയില്ല. അക്ഷരം തെറ്റാതെ വിളിക്കാം ചെറ്റ എന്ന്. അവൻ്റെ മുന്നിലിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയർ അവൻ മൈക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ വോളിയം ഒന്ന് കുറച്ചുപോയി, ഒന്ന് ലോ ചെയ്തു പോയി. അതിനവൻ പറയുന്ന വാക്കുകളാണ്. ഞാനത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. പറഞ്ഞു ഞാൻ ഡ്രാമ കളിക്കാൻ വന്നിരിക്കുക. Don't less the sound, okay? If you can't do that shit, then remove. ആരായാലും ഏത് വാപ്പയാണേലും സൗണ്ട് താ ബ്രോ. ഒരു വോളിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് താ. എന്റെ സൗകര്യത്തിന് കുറക്കാളല്ല. Whenever I am telling you have to conclude. There is no right. If you can't do that, you ഞാൻ ഈ മൈക്ക് തൂരിട്ട് ഞാൻ എന്റെ പണിക്ക് പോവാ. സൗണ്ട് കുറക്കരുത്. ഏത് വാപ്പയാണേലും ബ്രോ, വാട്ട് എവർ ഇറ്റ് ഈസ് യു ഡോണ്ട് വാണ്ട്. ഇത് വോളിയം ലോ ആക്കി ഞാൻ എന്റെ സൗണ്ട് കുറക്കണോ? ഞാൻ എന്റെ പിച്ച് കുറക്കണോ? പിന്നെ ഞാൻ എന്തിനാ ഈ മൈക്ക് പിടിച്ചിട്ട് സൗണ്ട് ചെക്ക് ചെയ്യണേ? ടെൽ മി, ഗിവ് മി ദ റീപ്ലൈ ബ്രോ. അവിടുന്നല്ല, ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു DB പണിയെടുക്കുമ്പോ ആ DB എനിക്ക് തരാ. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് ദ വോളിയം. യു ഡോണ്ട് ഹാവ്. ദെൻ യു ഫക്ക് വിത്ത് ദ മൈക്ക് മാൻ. യു ജസ്റ്റ് ഡു ദ ആക്ട്. ഇത് സൗണ്ട് ചെക്ക് ചെയ്തോ? സൗണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചോട്ടാ, നിന്നെ കിട്ടൂല. കണ്ടില്ലേ, ഇതുപോലെയുള്ള ചെറ്റകളെയൊക്കെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർ വേണം ആദ്യം തല്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് സൗണ്ട് എഞ്ചിനീയറായിട്ട് ഇരിക്കുന്ന ഒരാളെ അവൻ പറഞ്ഞ ചീത്തകളാണ്. ഇവൻ എന്ത് റൈറ്റ് ഉണ്ട് അത് പറയാനായിട്ട്? അയാൾ വോളിയം കുറച്ചു, അയാളോട് മാന്യമായിട്ട് സംസാരിക്കാൻ. ഒരു മിനിമം കോമൺ സെൻസ്, ഒരു മിനിമം ക്വാളിറ്റി. കലാകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവൻ കലാകാരനല്ല ഒരിക്കലും. കലാകാരന്മാർ ഒരിക്കലും ഇമ്മാതെ സംസാരിക്കില്ല. ഇവൻ ഈ നാവ് കൊണ്ടല്ലേ പാട്ട് പാടുന്നത്? ഈ തെറി പറഞ്ഞ നാവൻ അച്ഛനെയും ഒക്കെ അവൻ പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള നാറികളെയും ഇതുപോലെയുള്ള ചറ്റകളെയൊക്കെ പ്രോഗ്രാം കൊടുക്കുന്നവരെ ആദ്യം തല്ലണം. അതിന് കൈയടിക്കാൻ പോകുന്നവന്മാരെ പിന്നെ തല്ലണം. അതാണ് ചെയ്യേണ്ടത്. സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് 3 വർഷം ആണ് മിനിമം പഠിക്കാനുള്ള സമയം. ആ 3 വർഷം അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു പണിയെടുക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇവനൊക്കെ മറ്റേ പെൻഡ്രൈവും കുത്തി പാട്ട് പാടുന്ന പോലെ അല്ല പണി എന്ന് പറയുന്നത്. അതിന് അത്രയും ജാഗ്രതയും കാര്യങ്ങളൊക്കെ വേണ്ട പണി തന്നെയാണ്. അപ്പൊ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. ആ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി വേണം പെരുമാറാൻ. ഇവന്റെ ഒരു അച്ഛന്റെ അമ്മയുടെ മകൻ തന്നെയല്ലേ. അവന്റെ നാവിൽ വന്ന വാക്കാണ്. കേട്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇതിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ശരിയാണോ? ഇങ്ങനെയുള്ളവന്മാരെ പ്രോഗ്രാം കൊടുക്കണോ? പ്രോഗ്രാമിന് വിളിക്കണോ? തീരുമാനിക്കുക. മുന്നിരിക്കുന്ന ഒരാളെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്ന ഇവനൊക്കെ ഇനി എത്ര വലിയ പാട്ടുകാരനായിക്കോട്ടെ, ഇങ്ങനെ ആവാൻ പാടില്ല. നാറി.